ഹായ്, എല്ലാവരും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യവും എൻ്റെ സ്വന്തം പ്രവാസികളോടാണ്. കാരണം പ്രവാസ ജീവിതം തരുന്ന ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സ്വാഭാവികമായിട്ട് ജോലി ഭാരം കൊണ്ടോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലോ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഒരു കാലം പോയിട്ട് നാട്ടിൽ സെറ്റിലാവുക, തിരക്കേടില്ലാതെ ഒരു ജോലി ഒപ്പിച്ച് നാട്ടിൽ നിൽക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കച്ചവടം, അല്ലെങ്കിൽ ഒരു ബിസിനസ്, എന്തെങ്കിലും ഐഡിയാസൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു വാഹനം മേടിച്ച് അത് ഓടിച്ച് നാട്ടിലെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നാട്ടിൽ ഇന്നത്തെ ഒരു നിലനിൽപ്പ് നോക്കുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പാടാകാം. നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാലഘട്ടമൊന്നല്ല ഇപ്പം. കാലങ്ങൾ മാറി, നാട്ടിലെ ജീവിതശൈലി മാറി, നാട്ടിലെ ചെലവുകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. മിക്കതും ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അതിന് വരുന്ന ചിലവുകൾ. അപ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം, ഉള്ള കാലം തിരക്കേടില്ലാതെ ജോലിയോ ശമ്പളമോ കിട്ടി സുഖകരമായിട്ട് ജീവിതം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് പീരീഡ് വരെ അത് മുന്നോട്ട് കൊണ്ടുപോയി അതിൽ കിട്ടുന്ന വല്ലെന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അതുമായിട്ട് സന്തോഷമായി ജീവിക്കുക എന്നാണ്. പ്രവാസി ജീവിതം പല രീതിയിലും ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോവും മറ്റേതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ആഗ്രഹിക്കുകയും കൊതിക്കുകയൊക്കെ ചെയ്യും. ജീവിതാനുഭവം, ഞാനും 23 കൊല്ലം പ്രവാസിയായിട്ടായിരുന്നു ജീവിച്ചത്. ചെറിയ ശമ്പളം മുതൽ വലിയ ശമ്പളം വരെ ഞാൻ മേടിച്ചു. അവിടുന്ന് ആ പൊന്നാര നാട് യാത്ര അയച്ചത് വരെ ആഗ്രഹങ്ങൾ പലതും തന്നിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ജീവിപ്പാടുണ്ടോ എന്ന് വെച്ചാൽ കഷ്ടപ്പാടുമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും സേവിങ് എന്നുള്ള ഒരു വലിയൊരു കടമ്പ അത് ഈ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല. ഇനി എന്ത് പ്ലാനിട്ടാണോ നിങ്ങൾ വരുന്നത്, ആ പ്ലാന് വളരെ ബുദ്ധിപരമായിട്ടും നല്ല എന്താ പറയുക ഐഡിയപരമായിട്ടും ആവട്ടെ. വരാൻ കൊതിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക വിഷമിപ്പിക്കുന്നതല്ല കേട്ടാ.